You are watching TV Next. ഇപ്പം ഞാൻ കരാട്ടെ മാത്രമല്ല സ്പോർട്സിലും വളരെയധികം മികവ് പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിൽ വരെ എനിക്ക് വിജയം സ്ഥാപിക്കാൻ സാധിച്ചു. അത് എൻ്റെ ഒരു മാസ്റ്ററുടെ ഒരു പ്രത്യേകിച്ചുള്ള കഴിവും എൻ്റെ ഒരു പരിശീലനവുമാണ്. മുനീന്ദ്ര സാറിൻ്റെ പേരിലുള്ള ഒരു കരാട്ടയുടെ അവധിക്കാല പഠന ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ 2007 SA ആയി ട്രെയിനിങ് തുടങ്ങുമ്പോൾ ഞങ്ങളെ ബാച്ചിന്റെ ഔട്ട്ഡോർ ചാർജുള്ള AD അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അന്ന് SP മുനീന്ദ്ര സാർ. അദ്ദേഹം ഞങ്ങളുടെ ഗുരുനാഥനാണ്. ഞങ്ങൾക്ക് വന്ന് കരാട്ട ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു ട്രെയിനിങ്ങിനിടയ്ക്ക്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാണ് ഇവിടെ നടക്കുന്ന ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത രഞ്ജിത്ത്. അല്ലെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത്. ചെറുപ്പകാലം മുതൽ തന്നെ മുനീന്ദ്ര സാറിന്റെ ശിഷ്യനായിട്ട് കരാട്ടെ ശാസ്ത്രീയമായി വളരെ ചിട്ടയോടെ അഭ്യസിക്കുകയും അതിൽ മികവ് പുലർത്തുകയും അതോടൊപ്പം മറ്റ് ആയോധന വിദ്യകളിലെല്ലാം ഇന്ന് കേരളമല്ല ഇന്ത്യ അറിയപ്പെടുന്ന പുരസ്കാരങ്ങൾ നേടിയ വ്യക്തി കൂടെയാണ് ശ്രീ കാരക്കോണം രഞ്ജിത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹപാഠിയ എന്ന് പറയുന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുണ്ട്. പൂലചന്ദ്രൻ മാസ്റ്ററെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ട്രിവാൻഡ്രം ഈ ഏരിയയിൽ അറിയപ്പെടുന്ന ആയോധന കലയുടെ സാധാരണ ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല, തിരിഞ്ഞു നോക്കാത്ത നല്ലൊരു ആയോധന കലയുടെ ഒരു മാസ്റ്ററായിരുന്നു. നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ കൈവയ്ക്കുവാൻ പങ്കുചേരുവാൻ സഹോദരന് കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ക്ഷണിച്ചപ്പോൾ ഞാനിവിടെ കടന്നു വന്നത്. പ്രിയ വ്യക്തിയെക്കുറിച്ച് ഞാൻ കൂടുതൽ ഉയർത്തി പറയേണ്ട കാര്യമില്ല. ലോകം അംഗീകരിച്ചൊരു വ്യക്തിയായി മാറുവാൻ ചെറിയ ശക്തിക്ക് കഴിയത്തില്ല. പ്രയത്നിച്ചാണ് ആ നേട്ടം പുള്ളി നേടിയത്. ആ സെൻസായി പഠിപ്പിച്ച കുട്ടികൾ അതുപോലെയല്ലേ പഠിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തോടെ വീണ്ടും ഞാൻ ഈ നാട്ടിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രഞ്ജിത്തിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. കാരണം രഞ്ജിത്ത് ഇന്റർനാഷണൽ ലെവലിൽ വരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു നിസാരക്കാരനൊന്നുമല്ല. ഇവിടങ്ങളിലുള്ള കരാട്ടക്കാരിൽ വെച്ച് കൂടുതൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ രഞ്ജിത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, തൻ്റെ കരുത്തിലൂടെ കാറുകളെ കയറ്റി ഇറക്കി റെക്കോർഡ് നേടിയ ഒരു വ്യക്തിയാണ് ശ്രീ രഞ്ജിത്ത്. അത് ഇന്റർനാഷണൽ ലെവൽ വരെ പുള്ളി അറിയപ്പെടുന്ന വ്യക്തിയായി, ബുക്ക് ഓഫ് റെക്കോർഡ്സിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. മസിൽ പവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലാതെ വെറുതെ ഉണ്ടാകുന്നില്ല. ഒരാളുടെ ഒരു കയ്യിൽ കൂടി കാറ് കയറ്റി വിടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് കയറ്റി നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റൂ. വെറുതെ ഒരു അമ്മിക്കൊഴുകിയെങ്കിലും നമ്മുടെ കയ്യിൽ പുറത്തുകൂടി ഒന്ന് ഉരുട്ടി നോക്കുക, അപ്പോഴറിയാം അതിൻ്റെ സുഖം, എത്ര സുഖമുണ്ടോ. ഒരു ഉരൾ കയറ്റി നോക്കിയാലോ,
അതുപോലെ അല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് ഓടി വന്ന് നിന്ന് ഞരങ്ങിയാണ് കയ്യിലൂടെ കയറുന്നത്. അപ്പോൾ ആ കൈയുടെ ഭുജത്തിൻ്റെ മസിലിൻ്റെ പവർ എന്തുമാത്രം ഉണ്ടാക്കിയെടുത്താലേ ഒരു കല്ലിൻ്റെ പുറത്ത് കയറിപ്പോകുന്നത് പോലെ അത് കയറിപ്പോകണം. അത് ചതഞ്ഞു പോയാൽ മസിൽ ഉടഞ്ഞു പോയി കൈ ഒടിഞ്ഞു പോകും. അപ്പം അത്രയും ഒരു സാഹസ്യമായ പ്രവൃത്തി തൻ്റെ നിരന്തരമായ ശ്രമത്തിലൂടെയാണ് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ കാരക്കോണം രഞ്ജിത്ത് വർഷങ്ങളായിട്ട് കരാട്ടെ പരിശീലനത്തിലൂടെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നതാണ്. അപ്പോൾ നമുക്കറിയാം, പഴയ കാലങ്ങളിലെ ഇന്നത്തെ പോലെ അല്ല, ഇന്നത്തെ സാഹചര്യമല്ല, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ നിന്നൊക്കെയാണ് അന്ന് കരാട്ടെ പഠിക്കാനായാലും മറ്റുള്ള വിദ്യാഭ്യാസമായാലും അത്രയും കഷ്ടപ്പെട്ട് വന്ന ആളാണ് ശ്രീ രഞ്ജിത്ത്. ശ്രീ SP രഞ്ജിത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞത്. ട്രിപ്പിൾ വേൾഡ് റെക്കോർഡ് നേടിയ ശ്രീ രഞ്ജിത്ത് ഇപ്പോൾ ഈ കുട്ടികളുടെ പുതിയ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഈ കാണിക്കുന്ന പ്രയത്നം ഇത് വളരെ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വേദിയെ ധന്യമാക്കുവാൻ എത്തിച്ചേർന്ന ഓരോ വിശിഷ്ട വ്യക്തികൾക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, അമ്മമാർക്കും, സുഹൃത്തുക്കൾക്കും, എല്ലാ രക്ഷകർത്താക്കൾക്കും എന്റെയും ഈ ഡോജോയുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.